നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് ദുരന്തബാധിതരോടുള്ള കേന്ദ്രത്തിന്റെ പകപോക്കൽ LDF ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. നരേന്ദ്രമോദി കേരള ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണെന്ന് EP ജയരാജൻ. വാഗ്ദാനം നടപ്പിലാക്കാൻ ഇനിയെങ്കിലും തയ്യാറാവണമെന്നും ആവശ്യം. ആത്മകഥയുടെ 1ാം ഭാഗം ഈ മാസം തയ്യാറാക്കുമെന്ന് EP ജയരാജൻ. പുസ്തകം പണിപ്പുരയിലാണ്. പ്രസാധകരുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. പ്രകാശനം പാർട്ടിയുടെ അറിവോടെ മാത്രമെന്നും EP. അഴീക്കലിലെ അരുംകൊല പ്രതി എന്ന സംശയത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. ചോദ്യം ചെയ്തു വരുന്നതേയുള്ളൂ എന്ന് പോലീസ്. ഇഴകീറിയുള്ള പരിശോധന നടത്താനുള്ള തീരുമാനവുമായി അന്വേഷണ സംഘം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ വയനാടിനോടുള്ള അവഗണനയിൽ പ്രതിഷേധവുമായി LDF കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള ജനത അനുഭവിക്കുന്ന വലിയ ദുഃഖം വയനാട് ദുരന്തമാണ്. അവരുടെ ദുഃഖം നികത്താൻ എത്ര പണം കൊടുത്താലും മതിയാവില്ല. എങ്കിലും ആ നാടിനെ ചേർത്തു നിർത്താൻ, കുടുംബങ്ങളെ ഒന്നിച്ചു നിർത്താൻ കേരളത്തിന് അർഹമായ സാമ്പത്തിക സഹായം കേന്ദ്രം ലഭ്യമാക്കണം. ഇത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല, ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന അവകാശമാണ് എന്ന് EP ജയരാജൻ പറഞ്ഞു. അതുകൊണ്ട് ആ ഐക്യവും സാഹോദര്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കേന്ദ്ര ഗവൺമെന്റ് ജനവിരുദ്ധ നയം, എല്ലാ നികുതിയും പിരിച്ചെടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അല്ലേ? GST എല്ലാം കേന്ദ്ര ഗവൺമെന്റിലേക്കല്ലേ? നിങ്ങൾ നികുതി പിരിച്ചു കൊണ്ടുപോയാൽ മതിയോ? ആ നികുതിയുടെ വിഹിതം കേരളത്തിന് കൊടുക്കണ്ടേ? ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മെഡിക്കൽ സ്ഥാപനമായിട്ട് എയിംസ് ഇല്ലാത്ത ഇന്ത്യയിലൊരു സംസ്ഥാനം കേരളമാണ്. റെയിൽവേക്ക് വൻതോതിലുള്ള വെട്ടിക്കുറവാണ് കേരളത്തിൽ. റെയിൽവേയുടെ വികസനം കേരളത്തിൽ മുരടിപ്പിച്ചിരിക്കുകയാണ്. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് 3 വർഷമായി സ്കോളർഷിപ്പ് കേന്ദ്രവിഹിതം കൊടുക്കുന്നില്ല. പല പെൻഷൻ പദ്ധതികൾക്കും കേന്ദ്രവിഹിതം കൊടുക്കുന്നില്ല. N ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. CP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. CP മുരളി CPI, ജോയി കൊന്നക്കാടൻ കേരള കോൺഗ്രസ്, PP ദിവാകരൻ JDS, MP മുരളി NCP, KK ജയപ്രകാശ് കോൺഗ്രസ് S, VK ഗിരീശൻ RJD, കാസിം ഇരിക്കൂർ INL, KC ജേക്കബ് മാസ്റ്റർ, AJ ജോസഫ്, SMK മുഹമ്മദ് അലി, സന്തോഷ് മാവില, മുഹമ്മദ് പാറക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാനുള്ള CPMന്റെ തീരുമാനം വളരെ വിചിത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറഞ്ഞതിൽ തന്നെ സർക്കാർ തെറ്റ് സമ്മതിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നഷ്ടപരിഹാരം നൽകുന്നതെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. 100-ലധികം ആളുകൾക്ക് ജോലി ലഭിക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണത്തിന്റെ അവസാന നാളുകളിലാണ് പദ്ധതിയുടെ 1ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നടന്നത്. 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് IT ടവറാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 8 വർഷമായി സ്മാർട്ട് സിറ്റിക്ക് എന്താണ് സംഭവിച്ചത്? ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിരുന്നു. 2016 ഫെബ്രുവരി 20-ാം തീയതി ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ ഇതിന്റെ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ട 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് IT ടവറാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത്. 6 ലക്ഷം IT ടവർ 1ാം ഘട്ടം. പിന്നെ ഈ കഴിഞ്ഞ 8 വർഷമായി അവിടെ എന്താണ് സംഭവിച്ചത്? ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു, അവിടെ ഒരു മോണിറ്ററിംഗ് ഉണ്ടായിരുന്നു. ഓരോ മൈൽ സ്റ്റോൺ എന്ന് ഓരോ ഘട്ടത്തിൽ അവിടെ തീരുമാനിച്ചത്. ഓരോ മൈൽ സ്റ്റോൺ അത് പിന്നിടാതിരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ആരാണ്? മുഖ്യമന്ത്രി അന്വേഷിച്ചു, വ്യവസായ മന്ത്രി അന്വേഷിച്ചു, ആരും അന്വേഷിച്ചില്ല. അവസാനം 8 വർഷത്തിന് ശേഷം ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് എടുക്കുന്നത്? ദുരൂഹതകൾ. മിനിമം കൂലിയും ജോലി സ്ഥിരതയും ആവശ്യപ്പെട്ട് കേരള ഫ്ളാറ്റ് ആൻഡ് ഡൊമസ്റ്റിക് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. പയ്യാമ്പലം സീസ്കേപ്പ് ഫ്ളാറ്റിന് മുന്നിൽ നടന്ന ധർണ ഓൾ ഇന്ത്യ സെന്റർ ഓഫ് ട്രേഡ് യൂണിയൻസ് സംസ്ഥാന പ്രസിഡന്റ് S ലാൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാര്യ പ്രസവിക്കാൻ ആശുപത്രി കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിട്ട് 25,000 രൂപ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടുത്തെ വ്യവസ്ഥിതികൾ പ്രകാരം അവന്റെ വീട്ടിലെ ഉപ്പിട്ട് വെക്കുന്ന ചിരട്ട വരെ എടുത്തോണ്ട് പോകുന്ന സംസ്കാരം നിലനിൽക്കുന്ന, നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഈ സംസ്ഥാനത്താണ് കോടികളുടെ ഒരു ഫ്ലാറ്റ് ജപ്തി ചെയ്യുവാൻ ഉത്തരവുണ്ടായി 1 വർഷം കഴിഞ്ഞിട്ടും അതിനകത്ത് തന്നെ ഒരു ചെടിച്ചട്ടി പോലും എടുത്തുകൊണ്ട് പോവാൻ ഈ ഉദ്യോഗസ്ഥർക്കായില്ല എന്ന് പറയുമ്പോ ഈ പണി നിർത്തിയിട്ട് വേറെ വല്ല പണിക്കും പൊക്കൂടെ തഹസീൽദാരെ
എന്ന് ചോദിക്കുവാൻ ആഗ്രഹിക്കുക. ചെയ്യുന്ന പണി കൃത്യമായി ചെയ്യാൻ പഠിക്കണം. ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി ഓച്ചാനിച്ചു നിൽക്കുവാനും അടിമത്തം എന്ന് പറയുന്നത് തൊഴിലാളിയുടെ മേലിൽ നടത്തിയിരുന്നത് ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥർ അടിമകളായി നിൽക്കുന്ന ഈ അവസ്ഥ, തൊഴിലാളികളെ അടിമത്തത്തിൽ നിന്ന് തൊഴിലാളി യൂണിയനുകൾ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. ഇപ്പൊ തഹസീൽദാരന്മാരടക്കമുള്ള ജില്ലാ കളക്ടർ അടക്കമുള്ള ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയാ കേസെടുക്കാം, ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഈ അടിമത്തത്തിന് വിധേയമായി കൊണ്ടിരിക്കുക. ഇപ്പോ ജില്ലയിലെ ഫ്ളാറ്റുകളിലും വീടുകളിലും ജോലി ചെയ്തു വരുന്ന തൊഴിലാളികൾക്ക് മിനിമം കൂലിയോ തൊഴിൽ സുരക്ഷിതത്വമോ അനുവദിക്കപ്പെടുന്നില്ല. വർഷങ്ങളോളം ജോലി ചെയ്യുന്ന തൊഴിലാളികൾ കടുത്ത ചൂഷണത്തിനാണ് ഇരയാവുന്നത്. തൊഴിൽ വകുപ്പിൽ പരാതിപ്പെടുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. തൊഴിൽ ഉടമയുടെ നിയമവിരുദ്ധ നടപടികൾക്ക് തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും പിന്തുണ ലഭിക്കുന്നു എന്നത് നിയമലംഘനം നടത്താൻ ഉടമകൾക്ക് ധൈര്യം പകരുകയാണ്. മിനിമം വേതന കേസുകളിലെ വിധികൾ പോലും ലംഘിക്കപ്പെടുകയും നടപ്പിലാക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നില്ല. സീസ്കേപ്പ് ഫ്ളാറ്റ് തൊഴിലാളികൾക്ക് മിനിമം വേതന നിയമം അനുസരിച്ച് നടത്തുന്ന കേസിലെ വിധി വന്നിട്ട് 1 വർഷമായിട്ടും വിധി നടപ്പിലായിട്ടില്ല. നിയമലംഘനങ്ങൾക്ക് ഒത്താശ ചെയ്യുകയാണ് തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് മിനിമം വേതന നിയമം അനുസരിച്ച് നടന്ന കേസിലെ വിധി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ സീസ്കേപ്പ് ഫ്ളാറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. ജനറൽ സെക്രട്ടറി തെക്കൻ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. AICTU ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ അരിങ്ങിളൻ, മണൽ തൊഴിലാളി യൂണിയൻ നേതാവ് MT കുഞ്ഞിക്കണ്ണൻ, TUCC നേതാവ് ദിവാകരൻ, KVTUCI ജില്ലാ പ്രസിഡന്റ് PV പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് ദുരന്തബാധിതരോടുള്ള കേന്ദ്രത്തിന്റെ പകപോക്കൽ LDF ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. നരേന്ദ്രമോദി കേരള ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണെന്ന് EP ജയരാജൻ. വാഗ്ദാനം നടപ്പിലാക്കാൻ ഇനിയെങ്കിലും തയ്യാറാവണമെന്നും ആവശ്യം. ആത്മകഥയുടെ 1ാം ഭാഗം ഈ മാസം തയ്യാറാക്കുമെന്ന് EP ജയരാജൻ. പുസ്തകം പണിപ്പുരയിലാണ്. പ്രസാധകരുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. പ്രകാശനം പാർട്ടിയുടെ അറിവോടെ മാത്രമെന്നും EP. അഴീക്കലിലെ അരുംകൊല പ്രതി എന്ന സംശയത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. ചോദ്യം ചെയ്തു വരുന്നതേയുള്ളൂ എന്ന് പോലീസ്. ഇഴകീറിയുള്ള പരിശോധന നടത്താനുള്ള തീരുമാനവുമായി അന്വേഷണ സംഘം. ജാസ്മിൻ, നീ എന്താ ഇവിടെ? ഞാനിവിടെ എന്റെ വർക്കിന് വന്നതാ. മിക്ക ദിവസങ്ങളും ഞാനിവിടെ വരാറുണ്ടല്ലോ. അതിന് ഇവിടെ എന്താ വർക്കാ ചെയ്യുന്നേ? ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ്. ഇപ്പൊ തന്റെ ഈ ഫ്ലാറ്റിലെ മിക്ക ഫാമിലീസ് എന്റെ ക്ലയൻസും ആണ്. അപ്പോ നീ പ്ലസ് ടു കഴിഞ്ഞപ്പോ സമ്പാദിക്കണം തോന്നി. അതുകൊണ്ട് ഞാനൊരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെയ്തു GITD. പിന്നെ ഡിഗ്രി അത് ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ് സമ്പാദിച്ചോണ്ട് പഠിക്കാല്ലേ? പഠിച്ചുകൊണ്ട് സമ്പാദിക്കുന്നത് വേണേലും പറയാം. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. ആത്മകഥയുടെ 1ാം ഭാഗം ഈ മാസം തന്നെ തയ്യാറാക്കുമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2-3 ഭാഗങ്ങളിലായാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുക. ആദ്യ ഭാഗം ഉടൻ പാർട്ടിയുടെ അനുമതിക്കായി നൽകും. പ്രസാധകരുടെ കാര്യത്തിലും പേരും തീരുമാനിച്ചിട്ടില്ല. പുറത്തുവന്നത് തന്റെ ആത്മകഥയല്ലെന്നും EP വ്യക്തമാക്കി. ഞാനിപ്പോഴത് എഴുതിക്കൊണ്ടിരിക്കുക. ഏതാണ്ട് ഈ ഡിസംബർ മാസത്തോടു കൂടി ഡിസംബർ വരെയുള്ള അധ്യായം പൂർത്തിയാകും.
അത് അധ്യായം പൂർത്തിയാകും. പിന്നെ അതിന് ശേഷമുള്ള ഡിസംബറിന് ശേഷമുള്ള ജീവചരിത്രം അതിന് ശേഷമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡിസംബർ വരെയുള്ള ജീവചരിത്രം തയ്യാറാക്കും. അതിന് നടപടിക്രമം അനുസരിച്ച് ഒരു പുസ്തകമായി അതിൻ്റെ രൂപത്തിലാക്കിയതിനു ശേഷം പാർട്ടിയുടെ അനുവാദം വേണം. അതിനുവേണ്ടി പാർട്ടിയുടെ അനുവാദം ചോദിക്കും. അതിനുശേഷം അതിന് മറ്റു നടപടികൾ. 2 ഭാഗങ്ങളായിട്ടാണോ ഇത് പുറത്തിറങ്ങുന്നത്? അല്ല, ചിലപ്പോൾ 2 ആയിരിക്കില്ല, 3 ഭാഗം ഉണ്ടാവും. ഇപ്പോൾ ഡിസംബർ വരെ, അത് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ലൈഫ്. ആദ്യത്തേത് ഏതായാലും ഈ ഡിസംബർ അവസാനത്തോടു കൂടി പുറത്തിറങ്ങും. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഭാഗം ഡിസംബറോടുകൂടി പൂർത്തിയാകും. അതിൽ ഡിസംബർ വരെയുള്ള ലൈഫ് ഉണ്ട്. ഈ DC ബുക്സിന് ഏതായാലും ഇത് നൽകുന്നില്ലല്ലോ. മറ്റാരെയാണ് ഇത് പ്രസിദ്ധീകരണത്തിന് ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ളത്? അത് തീരുമാനിച്ചില്ല, അത് ആലോചിച്ച് ചെയ്യാം. വയോജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി വയവന്ദന യോജന പദ്ധതിയുടെ രജിസ്ട്രേഷൻ ക്യാമ്പ് BJP കാട്ടാമ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. BJP സംസ്ഥാന കൌൺസിൽ അംഗം ബേബി സുനഗർ ഉദ്ഘാടനം ചെയ്തു. 70 വയസ്സ് തികഞ്ഞവർക്ക് ആരോഗ്യ പരിരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി വയവന്ദന യോജന പദ്ധതിയുടെ രജിസ്ട്രേഷൻ ക്യാമ്പാണ് പട്ടേൽ റോഡിൽ BJP കാട്ടാമ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. BJP കാട്ടാമ്പള്ളി ഏരിയ വൈസ് പ്രസിഡന്റ് രൂപേഷ് സി അധ്യക്ഷത വഹിച്ചു. BJP ചിറക്കൽ മണ്ഡലം പ്രസിഡന്റ് രാഹുൽ രാജീവൻ, ജില്ലാ കമ്മിറ്റി അംഗം CC രതീഷ് എന്നിവർ സംസാരിച്ചു. ആകാശ് സഹദേവൻ സ്വാഗതവും നിജേഷ് നന്ദിയും രേഖപ്പെടുത്തി. അഴീക്കലിലെ അരുങ്കൊല പ്രതിയെന്ന സംശയത്തിൽ ഒരാൾ പിടിയിൽ. ഒഡീഷ സ്വദേശിയായ മത്സ്യത്തൊഴിലാളിയെ തലയിൽ കല്ലിട്ട് ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് കൂട്ടാളി മംഗളൂരിൽ പിടിയിലായത്. ബാന്ദ്ര ജില്ലയിലെ മംഗു മാലിക്കിനെയാണ് വളപട്ടണം പോലീസ് പിടികൂടിയത്. അഴീക്കൽ ഫിഷിംഗ് ഹാർബർ കേന്ദ്രീകരിച്ച് മത്സ്യബന്ധനത്തിനായി ബോട്ടിൽ പോയിരുന്ന ഇയാൾ അനധികൃത മദ്യവിൽപ്പനയും നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സഹപ്രവർത്തകന്റെ കൊലപാതകത്തിലെത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നു. ഹാർബറിലെ ഇതര സംസ്ഥാനക്കാരായ മത്സ്യത്തൊഴിലാളികളെ ചോദ്യം ചെയ്തതോടെയാണ് മംഗു മാലിക്കിനെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചത്. മത്സ്യത്തൊഴിലാളിയായ ഒഡീഷ സ്വദേശി മാങ്കുൽ നായിക് സ്ഥലത്തു നിന്നും മുങ്ങുകയായിരുന്നു. നേരത്തെ അഴീക്കൽ ഹാർബറിൽ കൊല്ലപ്പെട്ട രമേഷ് ദാസിന്റെ ഒപ്പം ഇയാൾ മത്സ്യബന്ധന ജോലി ചെയ്തിരുന്നു. ഈ സംശയത്താലാണ് വളപട്ടണം പോലീസ് ഇൻസ്പെക്ടർ TP സുമേഷിന്റെ നേതൃത്വത്തിൽ മംഗളൂരു ഹാർബർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. ചൊവ്വാഴ്ച രാവിലെയാണ് അഴീക്കൽ ഹാർബറിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിനകത്തു നിന്നും ഒഡീഷ സ്വദേശിയായ മത്സ്യത്തൊഴിലാളിയായ രമേഷ് ദാസിനെ ചോരയിൽ കുളിച്ച നിലയിലുള്ള മൃതദേഹം കണ്ടെത്തിയത്. തലയിൽ കല്ലിടിച്ചു കൊലപ്പെടുത്തിയതിനെ തുടർന്ന് മുഖം ചതഞ്ഞരഞ്ഞ നിലയിലായിരുന്നു. അതീവ വികൃതമായിട്ടായിരുന്നു മൃതദേഹം കണ്ടെത്താനായത്. കൊല നടത്താൻ ഉപയോഗിച്ച കല്ലും സമീപത്തു നിന്നും കണ്ടെത്തിയിരുന്നു. മൃതദേഹത്തിനടുത്ത് നിന്നും കിട്ടിയ ഫോണിലെ സിം കാർഡ് സൈബർ പോലീസ് പരിശോധിച്ചപ്പോൾ മംഗളൂരിൽ നിന്നെടുത്തതാണെന്ന് വ്യക്തമായിരുന്നു. മരിച്ചയാൾ മംഗളൂരു തുറമുഖത്ത് ജോലി ചെയ്തതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കണ്ണൂർ ACP TK രത്നകുമാറിന്റെ നേതൃത്വത്തിൽ വളപട്ടണം പോലീസ് ഇൻസ്പെക്ടർ TP സുമേഷിന്റെ നേതൃത്വത്തിലുമാണ് അന്വേഷണം നടത്തിയത്. വളരെ വേഗം തന്നെ സ്ഥലത്തു നിന്നും മുങ്ങിയ രമേഷ് ദാസിന്റെ കൂട്ടാളിയായ മംഗു മാലിക്കാണ് കൃത്യം നടത്തിയതെന്ന് പോലീസ് തിരിച്ചറിയുകയായിരുന്നു. പ്രതിയെ വളപട്ടണം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും. സിറ്റി ന്യൂസ്, കണ്ണൂർ. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. മന്ത്രവാദിനിയായ യുവതി ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുളിക്കുന്ന് സ്വദേശിനി ജിന്നുമ്മ എന്ന ഷമീമ, ഇവരുടെ ഭർത്താവ് ഉബൈസ്, പൂച്ചക്കാട് സ്വദേശിനി അസ്നിഫ, മധൂർ സ്വദേശിനി ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത്. സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് അബ്ദുൾ ഗഫൂറിന്റെ വീട്ടിൽ വെച്ച് പ്രതികൾ മന്ത്രവാദം നടത്തിയെന്ന് പോലീസ് കണ്ടെത്തി. സ്വർണം മുന്നിൽ വെച്ചായിരുന്നു മന്ത്രവാദം. ഈ സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതിയായിരുന്നു കൊലപാതകം. 596 പവൻ സ്വർണമാണ് മന്ത്രവാദ സംഘം തട്ടിയെടുത്തത്. പൂച്ചക്കാട് ഫറൂഖിയ മസ്ജിദിനടുത്തെ ബൈത്തുൽ റഹ്മയിലെ MC അബ്ദുൾ ഗഫൂറിനെ 2023 ഏപ്രിൽ 14 വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണസമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. സ്വാഭാവിക മരണമെന്ന് ഭാര്യയും ബന്ധുക്കളും കരുതി. മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീടാണ് വീട്ടിൽ നിന്നും 596 പവൻ സ്വർണം നഷ്ടമായെന്ന കാര്യം ബന്ധുക്കൾ അറിയുന്നത്. ഇതോടെ മരണത്തിൽ സംശയമുയർന്നു. അബ്ദുൾ ഗഫൂറിന്റെ മകൻ അഹമ്മദ് മുസമ്മിൽ ബേക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഷാർജയിലെ സൂപ്പർ മാർക്കറ്റ് ഉടമയായിരുന്നു അബ്ദുൾ ഗഫൂർ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അഴീക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7140, പവന് 57,120 രൂപ, വെള്ളി 100 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് ദുരന്തബാധിതരോടുള്ള കേന്ദ്രത്തിന്റെ പകപോക്കൽ LDF ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. നരേന്ദ്രമോദി കേരള ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണെന്ന് EP ജയരാജൻ. വാഗ്ദാനം നടപ്പിലാക്കാൻ ഇനിയെങ്കിലും തയ്യാറാവണമെന്നും ആവശ്യം. ആത്മകഥയുടെ 1ാം ഭാഗം ഈ മാസം തയ്യാറാക്കുമെന്ന് EP ജയരാജൻ. പുസ്തകം പണിപ്പുരയിലാണ്. പ്രസാധകരുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. പ്രകാശനം പാർട്ടിയുടെ അറിവോടെ മാത്രമെന്നും EP.
അഴീക്കലിലെ അരുംകൊല പ്രതി എന്ന സംശയത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. ചോദ്യം ചെയ്തു വരുന്നതേയുള്ളൂ എന്ന് പോലീസ്. ഇഴകീറിയുള്ള പരിശോധന നടത്താനുള്ള തീരുമാനവുമായി അന്വേഷണ സംഘം. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.